4-5 പടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുമിച്ച് ഒരു പടത്തിൽ ചെയ്യാൻ പറ്റി. ഫോർ മീ വിശേഷം is like a little special gift actually. It's not about maturity, it's all about how can I earn love and how can I give love. വളരെ കുറവ് ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളതിനെക്കാട്ടി ഉപരിയാണ് കല്യാണം കഴിക്കണം ഒരു സമയമാകുമ്പോൾ. അല്ലെങ്കിൽ കുട്ടിയാവാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ചോയ്സ് അല്ല, ഉണ്ടാവണം. First, I don't care who it is because എനിക്ക് വിശേഷത്തിൻ്റെ ഭാഗമാവണം. സെക്കൻഡ്, ഐ എം ലൈക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. ഞാൻ ആക്ച്വലി 1-2 സെക്കൻഡ് എടുത്തു. ആൻഡ് ഐ എം ലൈക്ക് എനിക്ക് ബിക്കോസ് ദിസ് മാൻ ഹാസ് ആക്റ്റഡ്, വേറെ ആരുടെയും മുഖം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഞാൻ എപ്പോൾ ചിന്തിച്ചാലും ഈ ഒരു ഹീസ് ലിറ്ററലി പെർഫോംഡ് ദാറ്റ് ക്യാരക്ടർ. ഈ ആക്ച്വലി ഇത് ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ ഇത്തിരി ശോകമായിരിക്കും. അവർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കുമല്ലോ ഇത്. പക്ഷേ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇതിനകത്തൊരു ഹ്യൂമർ കാണാൻ പറ്റുന്നു എന്നുള്ളൊരു ആംഗിളിലാണ് നമ്മൾ ഈ സിനിമ വർക്ക് ചെയ്തിരിക്കുന്നത്. എന്നും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം എൻ്റെ അച്ഛനും എനിക്ക് എന്താ വേണ്ടതെന്നാണ്. അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് ഒരു പ്രായം വരെ ഞാൻ അന്വേഷിച്ചിട്ട് പോലും ഇല്ല. അറിയപ്പെടുന്നൊരു പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് ഞാൻ കാഷ്വലി സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. എടാ, നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവണം. ഒന്നുകിൽ അതിൻ്റെ ഡയറക്ടർക്ക് ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ ആക്ടേഴ്സിന് ഗുണം ഉണ്ടാവണം. ഇത് നമ്മൾ ഇതൊന്നുമില്ലാത്തൊരു സിനിമയ്ക്ക് നമ്മൾ ഇറങ്ങരുത്. ഹലോ ആൻഡ് വെൽക്കം എവ്രി വൺ ടു ദ ഷോ. വിശേഷങ്ങളുമായിട്ട് എത്തുന്നു ടീം വിശേഷം. സോ വെൽക്കം ടീം വിശേഷം ടു ദ ഷോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ആകെ കൂടി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാക്ക് കിട്ടിയതാണ് ടു പ്ലേ വിശേഷം. വാട്ട്സ് ഹാപ്പനിങ്? ഞങ്ങളുടെയൊക്കെ വിശേഷം ഇപ്പോൾ വിശേഷം എന്ന് പറഞ്ഞ സിനിമയാണ്. എന്തായാലും വിശേഷം എല്ലാവരിലും ഒരു ഗുഡ് ന്യൂസ് ആയി മാറണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഉള്ളത്. ആൻഡ് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ അസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടു കൂടിയും ഒരുപാട് സ്നേഹത്തോടു കൂടിയും ഞങ്ങൾ ചെയ്ത സിനിമയാണ്. അതാണ് ഞങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ സോ എക്സൈറ്റഡ്. ചിന്നു, യു ആർ ഓൺ എ റോൾ. ഗോളം കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ വിശേഷം. യെസ്. ഹൗ ഇസ് എക്സ്പീരിയൻസ്? ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ, ഞാൻ സിനിമ കണ്ടു കേട്ടോ. വിശേഷം ഒരു ഓൾറൗണ്ട് ആയിട്ടുള്ള ഒരു ഫാമിലി കോമഡി ഡ്രാമ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു മൂവി. ആൻഡ് ഒരു 4-5 പടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുമിച്ച് ഒരു പടത്തിൽ ചെയ്യാൻ പറ്റി. ഫോർ മീ വിശേഷം is like a little special gift actually. കുറേ റേഞ്ച് ഓഫ് ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റി. സൂരജ്, യു ആർ ദ ഡയറക്ടർ ഓഫ് ദ മൂവി. സൂരജിന് ആസ് എൻ ഓഡിയൻസ് ഞാൻ ചോദിക്കുകയാണ്, ഞാനൊരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ട സിനിമയിൽ? വിശേഷം നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തരും വന്ന് കണ്ടാൽ. കാരണം നമുക്കറിയാവുന്ന സബ്ജക്റ്റാണ്. വിശേഷത്തിൽ ഞങ്ങൾ ഭയങ്കരമായ യാതൊരു അത്ഭുതവും കാണിച്ചിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു സിനിമയാണ് വിശേഷം എന്ന് ഞാൻ പറയും. വിശേഷം മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിയോ ശക്തിയോ ഒന്നും വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് തിയേറ്ററിലിരുന്ന് ചെറു ചിരിയോടുകൂടി കണ്ട് ഇരിക്കാം. നമ്മുടെ വീട്ടിലെ കഥയാണ്, നമ്മുടെ അയൽവക്കത്തെ വീട്ടിലെ കഥയാണ്, നമ്മുടെ ബന്ധുവിൻ്റെ വീട്ടിലെ കഥയാണ്. അത്ര ലാഘവത്തോടെ നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നൊരു സബ്ജക്റ്റ് കാണാം. സന്തോഷത്തോടെ തിയേറ്ററിൽ നിന്ന് പോകാം. ഞാൻ വിശേഷത്തിൻ്റെ തുടക്കത്തിലെ കാര്യമാണ് നിങ്ങൾ കണ്ടുമുട്ടുന്ന കാര്യവും ആ ഒരു റൊമാൻസ് ഡെവലപ്പ് ചെയ്യുന്നതും അതൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത്, നമ്മുടെ ഷോയിൽ കനി വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, കനി കുസൃതി. കനി പറഞ്ഞിരുന്നു, ഈ പലപ്പോഴും ഞാൻ കനിയോട് ചോദ്യം ചോദിച്ചത്, ഈ ഒരു സമൂഹത്തിൽ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ റിഡണ്ടൻ്റ് ആവുന്നുണ്ടോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു അറേഞ്ച് മാരേജ് എന്ന കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ്. പലപ്പോഴും സ്വന്തം ഇണയെ, സ്വന്തം പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കാൻ, ഒരു കമ്പാനിയനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് പലവർക്കും ഉണ്ടാവില്ല, ഒരു സാധ്യത ഉണ്ടാവില്ല, സർക്കംസ്റ്റൻസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അറേഞ്ച് മാരേജ് അല്ലെങ്കിൽ മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു കമ്പാനിയൻഷിപ്പും ഒരു സെക്ഷുവൽ എലിമെൻറ്റും എല്ലാം കിട്ടുന്ന ഒരു വ്യവസ്ഥ, ഒരു സിസ്റ്റമാണ്. അപ്പം അതിൻ്റെതായ ഇമ്പോർട്ടൻസും സ്ഥാനവും ഇപ്പോൾ സമൂഹത്തിലുണ്ട്. ആ കോണ്ടെക്സ്റ്റ് കാണുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ടോട്ടലി മേക്സ് സെൻസ് അല്ലേ? ഈ പറഞ്ഞ പോലെ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത് അവരവരുടെ നമ്മുടെ പാസ്റ്റിലെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ദീസ് 2 ക്യാരക്ടേഴ്സ് അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസുകളോട് കൂടിയാണ് അവർ അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് നീങ്ങുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മെച്യൂരിറ്റി, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ക്യാൻ ഐ ഏൺ ലവ് ആൻഡ് ഹൗ ക്യാൻ ഐ ഗിവ് ലവ്. ഈ 2 കാര്യമാണ് ഉള്ളത്. എനിക്ക് വേണം അത് ഒരുപാട്. എനിക്ക് വേണം, എനിക്ക് ഒരുപാട് കൊടുക്കാനും ഉണ്ട്. അതിന് പറ്റിയൊരു ആളുണ്ടോയെന്ന് തപ്പി നടക്കലാണ് ഇത്. അത് മാട്രിമോണിയലിലെ സൈറ്റ് അത് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നതെന്നുള്ളൊരു വഴിയല്ല.
ഇങ്ങനെ പോവാവൂ എന്നുള്ള വഴികളെക്കാട്ടും ഉപരിയാണ് ആ പർപ്പസ്, എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. അത്തരത്തിലൊരാളെ കാണാൻ പറ്റുക, അതെനിക്ക് തോന്നുന്നു നമ്മൾ എത്രയോ പേര് നമ്മൾ ജീവിക്കുന്നതിൽ വളരെ കുറവ് ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ആൻഡ് ഈവൻ ലവ് ഫോർ ദാറ്റ് മാറ്റർ. എത്ര പേര് സ്നേഹിക്കപ്പെടുന്നുണ്ട്, എത്ര പേർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുന്നുണ്ട് ആ പൂർണ്ണതയോടെ. അത് വളരെ ചുരുക്കം ആൾക്കാർക്ക് ആ ഒരു ഭാഗ്യമുള്ളൂ എന്നുള്ളതാണ് സത്യം. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു വെച്ചത് ഒരുപാട് സ്നേഹത്തോടു കൂടി ഉണ്ടാക്കിയ സിനിമയാണെന്ന് പറയുന്നത്. കാരണം ഈ സിനിമയിൽ എവിടെയും നമുക്ക് അതിനൊരു കോട്ടം വരുന്നതായിട്ട് തോന്നില്ല എന്നാണ് ഞാൻ ആസ് എ റൈറ്റർ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു ഒരു നായകനും നായികയും കണ്ടുമുട്ടുന്ന സീനും ഒക്കെ. കാരണം നമ്മളിത് ഒരുപാട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്, പല സിനിമകളിലും പല കഥകളിലും ഒക്കെ കേട്ടിട്ടുള്ള കാര്യമാണ്. ഇതിനകത്തേക്ക് വരുമ്പോൾ അതെങ്ങനെ ഒരു പുതിയ കാര്യം വിത്ത് വെരി മച്ച് കറൻറ്റ് ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് നമുക്കത് ചെയ്യാന്നുള്ളൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനകത്ത് സെക്കൻഡ് ചാൻസ് എന്നുള്ള വാക്ക് കൈൻഡ് ഓഫ് ഗോട്ടൺ സ്റ്റക്ക് വിത്ത് മൈ തോട്ട്സ്. കാരണം എത്ര പേർക്ക് സെക്കൻഡ് ചാൻസസ് കിട്ടുന്നുണ്ട്, ആ സെക്കൻഡ് ചാൻസസ് വർക്കൗട്ട് ആവുന്ന എത്ര പേരുണ്ട്. അപ്പോൾ അബൌട്ട് സെക്കൻഡ് ചാൻസസ് ഇസ് വാട്ട് ദിസ് മൂവി ഈസ്. ചിനുവിന് എന്താ പറയാനുള്ളത്? ഐ തിങ്ക് ഇപ്പം നമ്മുടെ മൂവി സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ തിങ്സ്, ഒരുപാട് കാര്യങ്ങളിൽ വൺ ഓഫ് ദ തിങ്സ് ഈ പറയുന്ന ഫൈൻഡിങ് എ പാർട്ട്ണർ. ഈ രണ്ട് ക്യാരക്ടേഴ്സിനും ദേ ഹാവ് എ പാസ്റ്റ്. ആ പാസ്റ്റിൽ നിന്നും അത് വർക്കൗട്ട് ആയില്ല, ഇനി മുന്നോട്ട് എന്ത് വേണമെന്ന് രണ്ടുപേരും ഒരുപാട് ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു സ്പേസിലാണ് ഇതിനകത്ത് സെക്കൻഡ് ചാൻസ് എന്നുള്ളൊരു ലൈക്ക് വൺ ഓഫ് ദി ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്. ആൻഡ് ഐ തിങ്ക് ജനറലി ഇൻ ലൈഫ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ടു റീഡു. ലൈക്ക് നമ്മൾ വീഡിയോ ഗെയിമിൽ മാത്രം കിട്ടുന്ന ഒരു പരിപാടിയാണ് എക്സ്ട്രാ ലൈഫ്. വൺ ഓഫ് ദ തിങ്സ് വി നോട്ടിസ്ഡ് എവറി ടൈം വി സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് അബൌട്ട് സെക്കൻഡ് ചാൻസസ് ഇസ് ദാറ്റ് ഹൗ ക്ലോസ്ലി ഇറ്റ് റെസനേറ്റ്സ് വിത്ത് എവ്രിബഡി. കാരണം എല്ലാവർക്കും വളരെ ഞാൻ ചിലപ്പോൾ പോയി റീവർക്ക് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അത് റിലേഷൻഷിപ്പ് മാത്രം ആകണം എന്നില്ല. ചിലപ്പോൾ ഞാൻ അന്ന് രാവിലെ എഴുന്നേറ്റ് 10 മണിക്ക് പോകുന്നതിന് പകരം 9:30 പോയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരുന്നേനെന്ന് ഉൾപ്പെടെ അങ്ങനെ സെക്കൻഡ് ചാൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞാനൊക്കെ കൂടുതലും അവരുടെ അടുത്ത് ഇങ്ങനെ പറയാമായിരുന്നു, അന്ന് എന്താ ഇങ്ങനെ പറയാതെ എന്നൊക്കെ ഉള്ളതാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുള്ളത്. അപ്പം അങ്ങനെ അത് വളരെ ലൈക്ക് സൂപ്പർഫിഷ്യൽ. അതെ, ഞാനിപ്പോൾ പറഞ്ഞത് വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും അതിൻ്റെ കുറേ കൂടെ ഡീപ്പറായിട്ടുള്ള എലിമെൻറ്റ്സ് ആണ് ശരിക്കും വിശേഷം. ലൈക്ക് വിശേഷം ഇസ് ബിൽറ്റ് അറൗണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. അല്ല, ഞാനിതിൻ്റെ വേറൊരു വശമാണ് ചിന്തിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും സെക്കൻഡ് ചാൻസിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ചാൻസിൽ ഞാൻ ഹാപ്പിയാണ് എല്ലാ കാര്യങ്ങളിലും. സിനിമയുടെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. സിനിമയിൽ നമ്മൾ ആ ഒരു വിഷയം സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാനൊരു പേഴ്സണൽ ലൈഫിൻ്റെ ഒരു ലെവലിൽ പറയുകയാണ്. കാരണം ഫസ്റ്റ് ചാൻസിൽ പാളിപ്പോയെന്ന് പേഴ്സണലി എനിക്കൊന്നും തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാവാം. What a lucky man. സംഭവങ്ങൾ അല്ല, ഞാൻ എന്നാ വെച്ചാൽ ഞാൻ ചിന്തിക്കുന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ കടന്നു വന്ന ഓരോ വഴികളും നമ്മളുടെ ചവിട്ടുപടികളാണ്. നമ്മളെ ഈവൻ ഇപ്പം നമ്മൾ വിശേഷം എന്ന സിനിമയിൽ എത്തി നിൽക്കുന്നത് പോലും. കാരണം ഒരു സിനിമ പാരമ്പര്യം ഇല്ലാത്ത ഒരു കോട്ടയത്തെ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അവിടെ നിന്ന് നമുക്കിപ്പോൾ മലയാള സിനിമയിൽ വന്ന് 4 സിനിമ ചെയ്യാൻ പറ്റി. അത് എന്നെ സംബന്ധിച്ചോളം വലിയ കാര്യമാണ്. കാരണം ഞാനതിനകത്ത് റീതിങ്കിങ് ഞാൻ ചെയ്യില്ല, അതെൻ്റെ പേഴ്സണൽ ക്യാരക്ടറാണ്. പക്ഷേ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ ഇവിടെ ഫസ്റ്റ് ചാൻസിൽ പാളിപ്പോയ 2 കഥാപാത്രങ്ങളുടെ കഥയാണല്ലോ നമ്മൾ ഇതിലൂടെ പറയുന്നത്. അവർ സെക്കൻഡ് ചാൻസിൽ അതിനെ കവറപ്പ് ചെയ്യുകയാണ്, മനോഹരമാക്കുകയാണ്. ഇതിനകത്ത് കുറേ എലിമെൻറ്റ്സ് ഉണ്ട്, കുറേ മെസ്സേജിങ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒന്ന് ഓഫ് കോഴ്സ് സെക്കൻഡ് ചാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള 2 വ്യക്തികൾ നോർമലൈസ് ചെയ്യപ്പെടേണ്ട ക്യാരക്ടേഴ്സാണ് നമ്മുടെ സ്ക്രീനിൽ. അത് ആ ഒരു എഫേർട്ടും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സും നമ്മുടെ സ്ക്രീനിൽ കാണേണ്ടതുണ്ട്. അത് ആ ഒരു മെസ്സേജിങ്ങും ഉണ്ട് അറ്റ് എ സബ്ലിമിനൽ ലെവൽ. പിന്നെ മൂന്നാമത്തേത് ഓഫ് കോഴ്സ് മാരീഡ് ലൈഫ് എങ്ങനെയാണെന്നും അതിനകത്ത് ഫാമിലീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയാണെന്നും പിന്നെ പ്രഷേഴ്സ്, പല തരത്തിലുള്ള കോൺവെർസേഷൻസ് നടക്കുന്നുണ്ട്. വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് എ ലിറ്റിൽ ലേറ്റർ. ബട്ട് റൈറ്റ് നൗ എനിക്ക് ഈ ത്രെഡ് എവിടെ നിന്നാണ് കിട്ടിയതെന്നൊന്ന് ചോദിക്കണമായിരുന്നു സൂരജിനോട്. വേർ ഡിഡ് യു
ആ ഇനീഷ്യൽ ജേം എവിടെയെന്നാണ്? ഡിഡ് ഇറ്റ് കം ഫ്രം ആനന്ദ് അതോ സൂരജിൻ്റെ ഐഡിയ ആയിരുന്നോ? ഹൗ ഡിഡ് ഇറ്റ് അല്ല, ഇതിൻ്റെ ബേസിക് ത്രെഡ് ആനന്ദിൻ്റെ തന്നെയാണ്. കാരണം ഇത് സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരിക്കലും ആനന്ദ് ഒരു കംപ്ലീറ്റ് ചെയ്ത സ്ക്രിപ്റ്റുമായിട്ട് വന്ന് കഥ പറഞ്ഞതല്ല. കാരണം ഞങ്ങളൊരു എനിക്കൊന്ന് 20 വർഷമായിട്ട് ഞങ്ങൾ അടുപ്പമുള്ള സുഹൃത്തുക്കളാണ്. ആനന്ദിൻ്റെ കരിയറിൻ്റെ ഓരോ സ്റ്റെപ്പും എൻ്റെ കൂടെ തന്നെയാണ്, ഞങ്ങൾ ഒന്നിച്ച് തന്നെയാണ്. ആനന്ദ് ബിഗിനിങ്ങിൽ ഞാൻ ആഡ് ഫിലിം മേക്കറാണ് ബേസിക്കലി. ഞാൻ ആഡ്സ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പരസ്യങ്ങളുടെ ജിങ്കിൾസ് ആനന്ദാണ് ചെയ്യുന്നത്. ഞാൻ ഒരു സിനിമ ആദ്യം ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും ഹിറ്റ് പാട്ട് തന്നത് ആനന്ദാണ്. ആ പാട്ട് ഇപ്പോഴും അറിയാത്ത ഒരു മലയാളിയില്ല. പൊടിമീശ മുളയ്ക്കണ കാലം എന്ന് പറഞ്ഞ പാട്ട് ആനന്ദിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഞാൻ ഡയറക്റ്റ് ചെയ്ത 3ാമത്തെ സിനിമയുടെ സ്ക്രിപ്റ്റാണ് ആനന്ദ് ആദ്യമായിട്ട് എഴുതുന്നത്. ഞാൻ ഡയറക്റ്റ് ചെയ്ത 4ാമത്തെ സിനിമയിലാണ് ആനന്ദ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഇതിനിടയിൽ ഞാൻ ചെയ്ത ഒരു പരസ്യത്തിലാണ് ആനന്ദ്. ഇതിനു മുന്നേ ചെറിയൊരു ടെസ്റ്റ് ഡോസ് ഞങ്ങൾ അഭിനയം നടത്തിയിരുന്നു. അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ അങ്ങ് പാരലി പോകുന്നൊരു കാര്യമാണ്. അപ്പം ഞങ്ങൾക്കിടയിൽ ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞ പരിപാടിയില്ല, ഒട്ടും ഒഫീഷ്യൽ അല്ല. അപ്പോൾ എന്തും പറയാം, എന്തും കേൾക്കാം. അപ്പോൾ എന്താണ് ആനന്ദ് പോയി പറഞ്ഞ സൂരജിനോട്? അല്ല, ഞാനെപ്പോഴും കഥയൊക്കെ വരുന്നത് എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളാണ് എൻ്റെ കഥകൾ. അല്ലാതെ ഒരു കഥ എഴുതുക അല്ലെങ്കിൽ കഥ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സൊന്നും ഇല്ല. അപ്പം ഞാൻ അതായത് ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കൊച്ചി സിറ്റിയിലേക്ക് ഇറങ്ങി നോക്കിയാൽ എല്ലാ ബിൽ ബോർഡുകളിലും കൂടുതലുള്ള ഒരു കാര്യമാണ് IVF ക്ലിനിക്കുകളുടെയും മറ്റും ഉള്ളത്. ആ സമയത്ത് തന്നെ ഞാൻ വായിച്ചൊരു പത്രവാർത്തയുണ്ടായിരുന്നു, റഷ്യയിൽ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നു. ആൻഡ് അവരെന്തോ ഒരു സ്ത്രീക്ക് 10 കുട്ടികൾ ഉണ്ടാവുകയാണ്, ഗവൺമെൻറ് അവരെ മുഴുവൻ ദത്തെടുക്കും എന്ന് പറഞ്ഞാൽ അതൊരു സൈഡിൽ ഈ ഭൂഗോളത്തിൻ്റെ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന കാര്യമാണ്. നമ്മളിവിടെ 144 കോടി ജനങ്ങളുള്ള രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടിയ സ്ഥലമാണ്. നമ്മൾ പ്രളയം കണ്ടു, നമ്മൾ മനുഷ്യർ മരിക്കുന്നതും കാണുന്നുണ്ട്, ദൈനംദിനം ജനിക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ ദിസ് വേൾഡ് ഈസ് ലൈക്ക് ക്രേസി. ഇത് എന്തൊക്കെയാണ് നടക്കണേ എന്നുള്ളൊരു ചിന്ത വന്നു. പിന്നെ ഞാൻ ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ, ഈ ചികിത്സയായിട്ട് പോകുന്ന ആളുകളും അല്ലെങ്കിൽ ഈ മാരേജ് എന്ന് പറഞ്ഞ ഇപ്പോൾ എന്താ വെച്ചാൽ, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളതിനെക്കാട്ടും ഉപരിയാണ് കല്യാണം കഴിക്കണം ഒരു സമയമാകുമ്പോൾ. അല്ലെങ്കിൽ കുട്ടിയാവാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ചോയ്സ് അല്ല, ഉണ്ടാവണം. ഇത് ഇവരിങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് വിട്ട് അവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല. നമ്മൾ ഈ പരിപാടിക്ക് വേണ്ടി ഇറങ്ങി തിരിക്കണം എന്നുള്ളത് ഈ സ്കൂളിൽ പോകാൻ നിർബന്ധിച്ച് വിട്ട പോലെയാണ് ഇപ്പോൾ. സ്കൂളിൽ പോണതിൻ്റെ ഒരു പർപ്പസ് എന്താണെന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാരക്ടറൈസേഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത്? കാരണം ഇതിപ്പോൾ ഓക്കെ IVF എന്ന് തുടങ്ങി മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, അതിലേക്ക് എത്തി. പക്ഷേ ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? ഇറ്റ് കുഡ് ബി യു കുഡ് പ്ലേസ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഏത് ക്യാരക്ടേഴ്സിനെ ആരെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഹൗ ഡിഡ് യു ഡിസൈഡ് ഓൺ ദ ക്യാരക്ടേഴ്സ്? ഇപ്പോൾ ഇതിനകത്ത് ഓർഗാനിക് കർഷകനാണ് ഇയാൾ, ഷിജു എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആൻഡ് മോട്ടിവേഷണൽ സ്പീക്കറാണ് അയാൾ. അപ്പോൾ ജീവിതത്തിൽ ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത ഒരാൾ മോട്ടിവേഷൻ സ്പീക്കർ ആയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് കാണുന്നത്. അപ്പം ഇതൊരു തൊഴിൽ എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് എത്തുക, അത് എന്തുകൊണ്ടെന്ന് തന്നെ ഞാൻ എന്താ ഇങ്ങനെയെന്ന് സ്വയം ഒന്ന് സംസാരിക്കാൻ സമയമില്ലാത്ത ആൾക്കാരാണ് പലപ്പോഴും നമ്മളെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. നമ്മൾ തന്നെ നമ്മളോടൊന്ന് സംസാരിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. പക്ഷെ നമ്മളാരും നമ്മളോട് സംസാരിക്കാൻ സമയം കണ്ടെത്താറില്ല. നമ്മൾ ബാക്കിയുള്ള ഈ കെയോസിൻ്റെ പുറകെ ഓടി 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 തീരുന്ന ആളുകളായി മാറുന്ന ആൾക്കാർ. അപ്പോൾ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് വളരെ ഓർഗാനിക് ആയിരിക്കണം, ജെനുവിൻ ആയിരിക്കണം. കാരണം ഇത് പറയുന്നത് ഞാൻ ഇവിടുത്തെ പല ഹോസ്പിറ്റലുകളും പോയി കണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. പല ഡോക്ടേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്, പല പേഷ്യൻസിനോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് കൂടിയൊക്കെ പോകുമ്പോൾ സാമ്പത്തികമായിട്ട് അത്രയൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് വലിയ തുക പൈസയാണ് ഇതിനകത്തേക്ക് വരുന്നത് ഈ ചികിത്സയ്ക്ക്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സൂരജ്, കാരണം ആനന്ദ് ഓഫ് കോഴ്സ് ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്, പല തലത്തിൽ നമ്മുടെ ഒരു ബാലചന്ദ്രൻ മേനോൻ സാറിൻ്റെ സ്റ്റൈലിൽ പല റോൾസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കൊരു ലീഡ് ക്യാരക്ടർ എന്ന നിലയ്ക്ക് ഒരു പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തിയെ കാസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്യാരക്ടറൈസേഷനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ ചിന്നുവിനെ, ഇപ്പോൾ ചിന്നു ഒരു പ്രൈമറി ലീഡ് ക്യാരക്ടറാണ്. ഇത് ആ ഫുൾ മൂവിയുടെ വെയിറ്റ് ക്യാരി ചെയ്യുന്ന ചിന്നുവാണ്. ഇൻഫാക്ട് ആനന്ദിനെക്കാളും ഒരു പക്ഷേ എന്താ പറയുക, ഭയങ്കര ഗാമറ്റ് ഓഫ് ഇമോഷൻസ് ക്യാരി ചെയ്യുന്നത് ചിന്നുവാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ആ ഒരു ഡെസിഷനിലേക്ക് എത്തുക, അല്ലെങ്കിൽ സൂരജ് എങ്ങനെയാണ് ആ ഡെസിഷനിലേക്ക് എത്തിയതെന്നാണ്? അത് എന്നാ വെച്ച് കഴിഞ്ഞാൽ, ചിന്നു എന്ന പോലീസുകാരി ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ മെയിൻ കഥാപാത്രം എങ്ങനെ ആയിരിക്കണം? എൻ്റെ അടുത്ത് കുറേ നാൾ മുന്നേ
ഞാൻ ഈ സിനിമയൊക്കെ ചെയ്ത് തുടങ്ങുന്ന ഒരു കാലത്ത് ഒരു അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് ഞാൻ കാഷ്വലി സംസാരിക്കുന്നപ്പോഴത്തേക്കും പുള്ളി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എടാ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവണം. ഒന്നുകിൽ അതിൻ്റെ ഡയറക്ടർക്ക് ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ ആക്ടേഴ്സിന് ഗുണം ഉണ്ടാവണം. ഇത് നമ്മൾ ഇതൊന്നുമില്ലാത്തൊരു സിനിമയ്ക്ക് നമ്മൾ ഇറങ്ങരുത്. ഞാനും ഇറങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ കുറേ പരിപാടികൾ. അതുകൊണ്ട് ഞാൻ എനിക്കൊരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞു പുള്ളി എന്നോടൊരു കുറേ കഥകൾ പറഞ്ഞു. അപ്പം ഞാനതിൽ ടോട്ടലി പറഞ്ഞതിനകത്ത് നീ ഒരു വരി എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവണം. അത് പ്രയോജനം ഉണ്ടാവണമെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത വേണം. ഈ പ്രത്യേകതയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയാണ് എൻ്റെ കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു ചിന്ത. അപ്പോൾ തന്നെ നമ്മൾ ഒരു സംതിങ് ആ സിനിമ ഫ്രഷ് ആണെന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചിന്ത എന്ന് എൻ്റെ ഒരു മനസ്സിൽ ഉറച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആനന്ദി കഥയും കൊണ്ടുവരുന്നത്. അപ്പോൾ ആനന്ദി കഥയും കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളിവിടെ സിനിമകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു സ്ക്രിപ്റ്റ് കിട്ടുന്നു, ഒരു ഡയറക്ടർക്ക് സ്ക്രിപ്റ്റ് വായിക്കുന്നു, ഓക്കെ ഇനി ഇതിനകത്ത് ആരെ പ്ലേസ് ചെയ്യാം. നമുക്കറിയപ്പെടുന്ന 15-20ഓളം ആർട്ടിസ്റ്റുകളുടെ മുഖം നമുക്ക് നമ്മുടെ തെളിയുന്ന ഓരോരുത്തരെയായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് നോക്കും, അവരെ അപ്രോച്ച് ചെയ്യും. ഇങ്ങനെയാണ് സിനിമ ഫിക്സ് ആവുന്നത്. ഇവിടെ നമ്മൾ ഇതിനകത്ത് ഈ ചിന്ത മനസ്സിൽ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ആനന്ദ് കഥ പറയുന്നത്, ആനന്ദിന് ശരിക്കും കഥ പറയാൻ അറിയില്ല. ആനന്ദ് അഭിനയിച്ചൊക്കെ നല്ല രസമായിട്ടത് അവതരിപ്പിക്കും. ആനന്ദ് കഥ പറയുമ്പോൾ നമുക്ക് കണ്ണിൽ നിന്ന് മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല, നമ്മളിങ്ങനെ ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ നമ്മളിങ്ങനെ ആ മുഖത്ത് തന്നെ നോക്കി 1 മണിക്കൂർ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഷിജു ഭക്തൻ എന്ന് പറഞ്ഞ കഥാപാത്രം വല്ലാണ്ട് ലോക്കായി പോകും. അത്ര രസമായിട്ടാണ് അതിനെ അവതരിപ്പിക്കുന്നത്. ഒരു 19 തവണ ഇത് കേട്ട് കഴിഞ്ഞ് എൻ്റെ മനസ്സിലേക്ക് ഷിജു ഭക്തൻ ഇത് തന്നെയാണ്. ഞാൻ പിന്നെ ഓരോരുത്തരെ വെച്ചിട്ട് ആലോചിക്കും. അപ്പോൾ എനിക്കതൊന്നും സെറ്റാവുന്നില്ല, സ്യൂട്ടാവുന്നില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് തന്നെയാണ് പരിപാടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു സാധനത്തിനോട് പറഞ്ഞു. അപ്പോൾ ആനന്ദ് എഴുതുമ്പോൾ ഒരിക്കലും ആനന്ദിൻ്റെ മനസ്സിൽ കണ്ടിട്ടില്ല. റെസ്പോൺസ് എന്തായിരുന്നു എന്നാണ് അടുത്ത ചോദ്യം. സാധാരണ പരിപാടി തന്നെയാണ് ആനന്ദ് ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും ക്യാമറയുടെ മുമ്പിൽ വരാൻ ഒരു കാലത്തും ചിന്തിച്ചിട്ടുള്ള ആളല്ല. ആണോ? ഉറപ്പാണോ? അങ്ങനെയല്ലല്ലോ, സിനിമ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലല്ലോ. ആക്ച്വലി ഇതുപോലെ ഭയങ്കര ഈസി ആയിട്ടാണല്ലോ അഭിനയിച്ചു വിട്ടിരിക്കുന്നത്. അത് പിന്നണിയിൽ പ്രവർത്തിച്ചതിന്റെ ഒക്കെ ഗുണം കൊണ്ടായിരിക്കാം. ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട് അതിൻ്റെയൊക്കെ. പിന്നെ ആനന്ദ് 4 ചുവരിനകത്തൊന്നും പുറത്തോട്ട് ഇറങ്ങാത്ത ആളാണ്. കാരണം മ്യൂസിക് എപ്പോഴും അതിനകത്ത് സ്റ്റുഡിയോകൾക്കകത്താണല്ലോ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതിങ്ങനെ കിടക്കുകയാണ്. സിനിമ പുതുമ, ഈ സിനിമ പിടിക്കാം നമ്മൾ തീരുമാനിച്ചു. ഈ സിനിമ ഫ്രഷ് ആണെങ്കിൽ ആനന്ദിനെ അങ്ങ് അഭിനയിപ്പിച്ചാലോ എന്നൊരു തോട്ട് ഒരു സുപ്രഭാതത്തിൽ വന്നു വെളുപ്പിലെ. ഞാനത് എൻ്റെ വൈഫിനോട് അതേ പറഞ്ഞു. അവൾ പറഞ്ഞു അതെങ്ങനെ ശരിയാവുമോ? ഞാൻ പറയാം എന്താ ശരിയാവും, രസമായിരിക്കില്ല ആ സിനിമ, നീ ആലോചിച്ച് നോക്ക്. എന്നാലും ഒരു ശരിയാവും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആനന്ദിനെ വിളിച്ചിട്ട് നമ്മൾ ഓഫീസിൽ വിളിച്ചിട്ട്, ആനന്ദ് നമുക്ക് ഈ ഒരു പരിപാടിയുണ്ട്, നോ പറയരുത്. ആനന്ദ് അഭിനയിക്ക് ഷിജു ഭക്തനായിട്ട്, അടിപൊളിയായിരിക്കുന്നത്. ഒന്ന് പോകും സുരേട്ടാ, ചുമ്മാ എന്തായാലും പറയുന്നത്. ആനന്ദ് പോയി. ആനന്ദിന്റെ മനസ്സിൽ എന്തായിരുന്നു അപ്പോൾ? അല്ല, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ബോധമില്ലെന്ന് ചോദിച്ചു. അതായത് നമ്മൾ സിനിമ ആലോചിക്കുമ്പോൾ എൻ്റെ കച്ചവടവും പല കാര്യങ്ങളും ആലോചിച്ചിട്ടാണല്ലോ നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ ഞാൻ എഴുതുകയാണ് ചെയ്യുന്നത് അത്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറേണ്ട ഒരു സിനിമയാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്. അപ്പോൾ ദെൻ എന്ത് പരിപാടിക്കാണെങ്കിൽ എന്നെ പിടിച്ച് നായകനാക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ബട്ട് ലേറ്റർ എന്തുകൊണ്ടെന്നുള്ള ഉത്തരം വളരെ ക്ലിയർ ആയിരുന്നു സൂര്യചേട്ടന്. ഉത്തരം ഇതേ ഉള്ളൂ. കാരണം നമുക്ക് ഈ കഥ ഓൾറെഡി ഭയങ്കര അൺയൂഷ്വൽ കഥയൊന്നുമല്ല, നമുക്കറിയാവുന്ന ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ടുള്ള കഥയാണ്. അപ്പോൾ സിനിമയ്ക്കൊരു പുതുമ തോന്നണമെങ്കിൽ അതിൽ അഭിനയിക്കുന്നവർ നമുക്കവരെ പിടിക്കാൻ പറ്റരുത്, ആ പിടി കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പോകണം. അപ്പോൾ ആനന്ദിന് ക്യാരക്ടർ വൈസ് ആനന്ദ് സെറ്റാണ്, ഓക്കെയാണ്, എനിക്ക് ഓക്കെയാണ്. ആനന്ദിനെ പറ്റി ആർക്കും ഒരു ഇതെങ്ങോട്ട് പോകും, എന്താണ് ഇയാൾ അടുത്ത് കാണിക്കുക, ഈ ഒരു കൗതുകം കിടക്കും. ഈ കൗതുകമാണ് നമ്മളുടെ ഒരു ഫസ്റ്റ് സെല്ലിംഗ് പോയിന്റ് എന്ന് എനിക്ക് തോന്നി. ആ ഒരു കൗതുകം ചിന്നുവിൻ്റെ കാര്യത്തിൽ എപ്പോഴാണ് കഥ കേട്ടപ്പോൾ വാട്ട് വർ യുവർ ഫസ്റ്റ് തോട്ട്സ് ഈ സിനിമ വന്നപ്പോൾ? ആരാണ് കഥ പറഞ്ഞത്, ആനന്ദാണോ അതോ സൂരജാണോ? ആക്ച്വലി ബോത്ത് ഓഫ് ദം. ഒരു സൂം കോളിലാണ് എനിക്ക് സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഇവരെ അറിയില്ല, ഞാൻ അറിയില്ലെങ്കിൽ ശരിക്കും ആ സൂം കോളിൻ്റെ പകുതി മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കിനും എനിക്കിതിൻ്റെ ഗതി മനസ്സിലായി, എന്താണ് ഈ പടത്തിൽ ഈ കഥാപാത്രത്തിന് എന്തൊക്കെ സ്കോപ്പ് ഉണ്ടെന്നൊക്കെ. അപ്പം എനിക്ക് ഐ എം ലൈക്ക് ബാക്കി കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഈ സിനിമയുടെ ഭാഗമാകണം. ബിക്കോസ് യു ഷുഡ് ബി സ്റ്റൂപ്പിഡ് ടു സേ നോ ടു എ മൂവി ലൈക്ക് ദിസ് എന്ന് എൻ്റെ തലയിൽ ഒരു തോന്നൽ വന്നു. അപ്പോൾ അങ്ങനെയാണ്
they finish the narration. So I'm just thinking, what can I do to make sure that I get to be a part of this movie? ആൻഡ് സൂര്യചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആനന്ദേട്ടൻ ആക്ച്വലി നറേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഹീ ഈസ് അവിടെ ഒരു മോണോ ആക്ട് പോലെ ഇങ്ങനെ അഭിനയിക്കുകയാണ് എല്ലാ കഥാപാത്രങ്ങളെയും മാറി മാറി മാറി. സോ നരേഷിന് ശേഷമാണ് ആക്ച്വലി സൂര്യചേട്ടൻ ചോദിക്കുന്നതും ഷിജുവായിട്ട് ആരെങ്കിലും മനസ്സിൽ കാണുന്നുണ്ടോ. ഐ എം ലൈക്ക്, ഫസ്റ്റ് ഐ ഡോണ്ട് കെയർ ഹൂ ഇറ്റ് ഇസ്, ബിക്കോസ് എനിക്ക് വിശേഷത്തിൻ്റെ ഭാഗമാവണം. സെക്കൻഡ് ഐ എം ലൈക്ക്, എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. ഞാൻ ആക്ച്വലി 1-2 സെക്കൻഡ് എടുത്തു. ആൻഡ് ഐ എം ലൈക്ക്, എനിക്ക് ബിക്കോസ് ദിസ് മാൻ ഹാസ് ആക്റ്റഡ്, വേറെ ആരുടെയും മുഖം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഞാൻ എപ്പോൾ ചിന്തിച്ചാലും ഈ ഒരു ഹീസ് ലിറ്ററലി പെർഫോംഡ് ദാറ്റ് ക്യാരക്ടർ. അപ്പോൾ ഐ സെഡ് ആക്ച്വലി ആനന്ദേട്ടനെ വെച്ച് ഐ എം നോട്ട് ഏബിൾ ടു തിങ്ക് അബൌട്ട്, ബിക്കോസ് ഹീസ് ആക്റ്റഡ് ഇറ്റ്. എനിക്ക് ഐ ഹാവ് എ മെൻറ്റൽ ബ്ലോക്ക് ടു തിങ്ക് അബൌട്ട് എനി വൺ എൽസ്. സോ സൂര്യചേട്ടൻ ഇസ് ലൈക്ക്, എന്നാൽ ആനന്ദ് തന്നെയാണ് ഷിജു. സോ ഐ എം ലൈക്ക്, that fits, like he fit like a glove, because it is his character and he's created that and he knows it in and out. So ഞാൻ ആദ്യം കഥ കേൾക്കുമ്പോൾ ഐ വാസ് ജസ്റ്റ് എക്സ്ട്രീംലി എക്സൈറ്റഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഹുക്ക് ഉണ്ടായിരുന്നു ചിന്നു? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അയ്യോ ഈ ഒരു സീൻ എനിക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതെങ്ങനെ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ ദാറ്റ് സീൻ? ആൻഡ് ദാറ്റ് അപ്ലൈസ് ടു ഓൾ ഓഫ് യു. ഇപ്പം ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് എക്സൈറ്റ് ചെയ്യുന്ന, നെർവസ് ആക്കുന്ന സീൻ ഏതായിരുന്നു ഫോർ യു ഓൾസോ? ഐ തിങ്ക് കഥ കേൾക്കുന്ന സമയത്ത് എനിക്ക്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5-6 പടങ്ങളിൽ നമുക്ക് ചെയ്യാൻ സ്കോപ്പുള്ളൊരു സാധനം ഒരു പടത്തിൽ ഒരുമിച്ച് കിട്ടുന്നു എന്നുള്ളതാണ്. അതെ. സോ യു ജസ്റ്റ് ഗ്രീഡി ആസ് എൻ ആക്ടർ ദറ്റ് യു ഗെറ്റ് ടു പ്ലേ ദാറ്റ് പാർട്ട്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 1-2 സീൻസ് ഉണ്ടായിരുന്നു ഞാനെന്ന വ്യക്തിക്ക് മനസ്സിലാകാത്ത കുറച്ച് സീക്വൻസുകൾ, അല്ലെങ്കിൽ പ്രോബബ്ലി ഞാൻ കടന്നുപോയിട്ടില്ലാത്ത എക്സ്പീരിയൻസുകളൊക്കെ. സ്പോയിലർ അല്ലെങ്കിൽ പറഞ്ഞോളൂ. വേണ്ട, എഡിറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ചെറുതായിട്ട്. ഇല്ല, ആക്ച്വലി എനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് നമ്മൾ വർക്ക് ചെയ്ത സീക്വൻസുകൾ മേ ബി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവുന്ന കുറച്ച് ഇൻട്രാക്ഷൻസ്, അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റിൻ്റെ ഇൻട്രാക്ഷൻസ്, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റിന്റെ കോൺവെർസേഷൻസ്. അത് ആക്ച്വലി കുറച്ചധികം സൂര്യചേട്ടനായിട്ട് വർക്ക് ചെയ്ത സീക്വൻസും കൂടിയാണ്. അങ്ങനെ ഈ പറയുന്ന കുറച്ച് 2-3 ലൈക്ക് ഇത് എന്ത് നുവാൻസ് ആണ് ഇതിന് വേണ്ടിയെന്ന് എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എന്നെ ചാലഞ്ച് ചെയ്യിപ്പിച്ചത് അതാണ്. കാരണം എന്താണ് ഡയറക്ടറിന് വേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള, കാരണം സൂര്യചേട്ടൻ ആസ് എ ഡയറക്ടർ ഈസ് എ വെരി ഓപ്പൺ മാൻ. ലൈക്ക് നമുക്ക് ലൈക്ക് ഫുൾ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്, എന്തുവേണം ചെയ്തോളൂ എന്ന്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്ന് നല്ല ധാരണ ഉള്ളതുകൊണ്ട് ആദ്യത്തെ ടേക്ക് കഴിയുമ്പോൾ വന്നിട്ട് പറയും നമുക്കിങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ലൈക്ക് നമ്മുടെ ഒരു സീനിൽ ഞാനിങ്ങനെ എനിക്ക് എന്ത് മീറ്റർ വേണം, ഫുൾ എനർജി വേണം. അപ്പം നമ്മൾ പലരുടെയും ഇൻപുട്സ് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഫുൾ എനർജിയിൽ വന്ന് എന്തെങ്കിലും സൂര്യചേട്ടൻ വിളിച്ചിട്ട് അത് കുറച്ച് ഓവറാ, ഇത്ര ഓവർ വേണ്ട, നമുക്ക് നാച്ചുറലായിട്ട് ചെയ്താൽ മതി. ഞാൻ ഓക്കെ. അപ്പം അങ്ങനെ അപ്പം ഈ പറയുന്ന കുറച്ച് സീക്വൻസുകളാണ് എന്നെ ചാലഞ്ച് ചെയ്യിച്ചത്. ആൻഡ് ഫോർ യു ആണ് ഈ പറഞ്ഞ പോലെ നടനാവുക എന്ന് പറഞ്ഞ കാര്യം എൻ്റെ സോണിലേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ദെൻ ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഹൗ ക്യാൻ ഐ എൻജോയ് ദിസ് പ്രോസസ് എന്നുള്ളായിരുന്നു എൻ്റെ ഇത്. കാരണം എനിക്ക് അറിയില്ല ഈ പറഞ്ഞ കാര്യം. കാരണം നമ്മൾ നറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മുഖത്ത് വരുന്നു എന്ന് പറയുന്നതും ക്യാമറയുടെ മുമ്പിൽ ഷോട്ട് ബൈ ഷോട്ട് അഭിനയിക്കുക എന്ന് പറയുന്നതൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദീസ് പീപ്പിൾ ആർ ലൈക്ക് വെരി മച്ച് ട്രസ്റ്റിംഗ് മീ, ബിലീവിങ് ഇൻ മൈ ടാലൻറ്റ്, എവറിത്തിങ്. അപ്പോൾ എനിക്ക് ഭയങ്കര എനിക്കൊരു പ്രഷർ ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. ആൻഡ് ആ പ്രഷർ കൊണ്ട് ഞാൻ ഇവരുടെ അടുത്തൊക്കെ തള്ളിയിട്ടുണ്ട്. ആദ്യത്തെ 3-4 ദിവസം ഐ വാസ് വെരി കൺഫ്യൂസ്ഡ് വെദർ ഐ ആം ഡൂയിങ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട്. ആൻഡ് ഒരു സമയത്ത് ഞാൻ സൂര്യചേട്ടനോട് പോയി പറഞ്ഞു, കാശൊക്കെ ഇറക്കി ചെയ്യുന്ന പരിപാടിയാണ്, നേരെ ആവുന്നില്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്താം, കുഴപ്പമില്ല, 2 ദിവസത്തെ കാര്യം. സെക്കൻഡ് ഡേ. അപ്പോൾ ആൻഡ് ഐ വാസ് ഓൾവേസ് എന്താ ചിന്നുവിനോട് ഞാൻ പോയി പറഞ്ഞു, ഇതൊക്കെ ശരിയാവുന്നുണ്ടോ, ഈ മനുഷ്യൻ എന്നോട് സ്നേഹം കൊണ്ട് പറയാതിരിക്കുന്നതാണോ എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ. ആനന്ദിന് ഭയങ്കര ആങ്സൈറ്റിയാണ്. ആനന്ദ് ഇങ്ങനെ ഓടി, നമ്മൾ ഈ പറഞ്ഞ പോലെ ഓടി നടക്കാന്ന് പറയില്ലേ, അതുപോലത്തെ. കാരണം എല്ലാവരുടെ അടുത്ത് പോയിട്ട് ആനന്ദ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ശരിയാകുന്നുണ്ടോ, ഓക്കെയാണോ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് ആദ്യം എടുത്ത സീൻ ഏതായിരുന്നു? ആദ്യം എടുത്ത സീൻ നമ്മൾ ആ ഒരു ബൈജു എഴുപുന്ന ചേട്ടനുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ആദ്യം എടുത്ത സീൻ അതല്ല, നമുക്ക് താടിയുടെയൊക്കെ ഇഷ്ടം ഉണ്ടായിരുന്നതുകൊണ്ട് കോറിഡോറിലൂടെ കയറി വരുന്ന ആ സാധനമാണ്. അത് കഴിഞ്ഞ് നമുക്ക് താടി എടുക്കണമായിരുന്നു.
ഇതെല്ലാം ഭയങ്കര ടൈറ്റ് ടൈമിംഗ് ആണ്. കാരണം നമുക്ക് 3 മണിക്കുള്ളിൽ അത് തീർത്തിട്ട് 3 മണിക്ക് താടി പഠിച്ചിട്ട് അപ്പുറത്ത് പോയി ഈവനിങ് ലൈറ്റ് താഴ്ന്നതിന് മുന്നേ മറ്റേ സീൻ ചെയ്യണം. സിനിമ അങ്ങനെയൊക്കെയാണ്. ഭയങ്കര ടൈറ്റ് സംഭവമായിരുന്നു. ഇതിന്റെ പിന്നണിയിൽ ഞാൻ എഴുത്തുകാരൻ കൂടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഇന്ന നേരത്തിനുള്ളിൽ തീർക്കണം എന്നുള്ള പരിപാടി ഇതൊക്കെ എൻ്റെ തലയിൽ ഓടുന്നുണ്ട്. അതാ ഞാൻ ആലോചിക്കുന്നത്, ചിന്നുവിൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വന്ന് പറയണു, അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുന്നു, പിന്നെ പോയി ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നു അല്ലേ, പല പക്ഷെ അത് ആദ്യം 3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു പിന്നെ സെറ്റിലായി. പിന്നെ ആർട്ടിസ്റ്റായി മാറി, ശരിക്കും ആർട്ടിസ്റ്റായി, റിലാക്സ് ആയി. ബട്ട് എനിവേ, കമ്മിങ് ടു ദ സബ്ജക്ട് ഓഫ് ദ മൂവി, ഇതിനകത്ത് ഒരു മെയിൻ ഏരിയ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന IVF ആണല്ലോ. ആൻഡ് എങ്ങനെയാണ് കപ്പിൾസിനെ പ്രഷറൈസ് ചെയ്ത് ഒരു പക്ഷേ അവരെ ഈ IVFിലേക്കോ അല്ലെങ്കിൽ അല്ലാതുള്ള ട്രീറ്റ്മെൻറ്റ്സിലേക്ക് എത്തിക്കപ്പെടുന്നത് ആസ് എ സൊസൈറ്റി എന്ന നിലയ്ക്ക് ആ ഒരു പോയിന്റ് നിങ്ങൾ റേസ് ചെയ്തിട്ടുണ്ട്. സട്ടിലി ആണെങ്കിൽ പോലും റേസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ റേസ് ചെയ്തതാണല്ലേ? അതെ അതെ, നമ്മൾ അതൊരു അവസ്ഥയാണല്ലോ ബേസിക്കലി. നമ്മൾ ഒരുപാട് പേര് ഇത് ഫേസ് ചെയ്ത് പോയി. ആക്ച്വലി ഇത് ഫേസ് ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ ഇത്തിരി ശോകമായിരിക്കും. അവർക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കുമല്ലോ ഇത്. പക്ഷേ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇതിനകത്തൊരു ഹ്യൂമർ കാണാൻ പറ്റുന്നു എന്നുള്ളൊരു ആംഗിളിലാണ് നമ്മൾ ഈ സിനിമ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് നമ്മളൊരു ഹ്യൂമറിൻ്റെ ഒരു ബേസ് കൊടുത്തിരിക്കുന്നത് ത്രൂ ഔട്ട്. ഈ സിനിമ ഭയങ്കര സീരിയസ് ആയിട്ടും പറയാം, ഭയങ്കര സീരിയസ് ആയിട്ട് കരഞ്ഞു പിഴിഞ്ഞൊക്കെ പറയാം. ഈ സബ്ജക്റ്റ് 2 രീതിയിൽ ട്രീറ്റ് ചെയ്യാം. അപ്പം നമ്മളിത് ആദ്യമേ തന്നെ ഇതിൻ്റെ ബേസിക് ത്രെഡ് ആനന്ദ് വന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഫിക്സ് ചെയ്തൊരു കാര്യമാണ്, നമുക്കിത് തമാശയുടെ മേൻപടി കൊടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ അതിന് ഭയങ്കര സാധ്യതയുണ്ട്. ഷിജു ഭക്തനായിട്ടൊരു തമാശയും കാണിക്കുന്നില്ല, സജിതയായിട്ടൊരു തമാശയും കാണിക്കുന്നില്ല. പക്ഷേ ആ സിറ്റുവേഷനിൽ അതുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവർ കടന്നു പോകുന്ന ഓരോ വഴികളും ആ പ്രോസസ്സിലേക്ക് ഓരോന്നിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന യാഥാർത്ഥ്യങ്ങൾ, റിയാലിറ്റികൾ, മൂഡ് സ്വിങ്സുകൾ, ഇതെല്ലാം നമ്മൾ അങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സിറ്റുവേഷൻ വളരെ ടഫ് ആണെങ്കിലും നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഹു ആർ ദ ഡോക്ടേഴ്സ്, അവരിലൊരു കോമഡി എലിമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ജോണി ആൻ്റണി സാർ ആണെങ്കിലും മാല ചേച്ചി ആണെങ്കിലും കോമഡി എലിമെൻറ്റ്സ് അതിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് അൽത്താഫ് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ അത് ഭയങ്കര കോമിക് ഒരു അണ്ടർടോണിലാണ്. അതുപോലെ വേറൊരു വലിയ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതിൽ ഒത്തിരി അധികം മെസ്സേജസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കോൺസ്റ്റൻ്റ്ലി. ആൻഡ് ആ മെസ്സേജിങ് ഇസ് വാട്ട് റിയലി drew me to the movie. കാരണം ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വേണ്ട റെസ്പെക്റ്റ്, അത് മെയിൻ സാധനം നിങ്ങൾ കൊടുത്തിരിക്കുന്ന പരസ്പരം കൊടുത്തിരിക്കുന്ന റെസ്പെക്റ്റ് ആൻഡ് പരസ്പരം കൊടുത്തിരിക്കുന്ന സ്പേസ്. എസ്പെഷ്യലി ആ ഒരു സീനുണ്ട് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി പറയുകയാണെങ്കിൽ, ആ സീൻ ഭാര്യ സ്വന്തം വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ടഫ് സിറ്റുവേഷനിൽ ഭാര്യയ്ക്ക് കുറച്ച് സ്പേസ് വേണം എന്ന് പറഞ്ഞ് ചിന്നുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴും ആനന്ദ് പറയുന്നത് അവൾ പോട്ടെ, അവൾ അവിടെ ആ ബ്രേക്ക് എടുക്കട്ടെ എന്ന് പറയുന്നത്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക്, അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടാണ് എല്ലാവരും കാണുന്നത്. ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിലും സമൂഹമാണെങ്കിലും ഭർത്താവാണെങ്കിൽ പോലും അത് ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെറിയ 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 കാര്യങ്ങളുണ്ട്, കുറേ ഉണ്ട്. ഭയങ്കര പോയിൻ്റൻ്റ് ആയിട്ടുള്ള മെസ്സേജസ് നൽകുന്ന ചെറിയ ചെറിയ സീൻസും പോയിൻറ്സും ഉണ്ട്. ദിസ് വാസ് വൺ സീൻ വിച്ച് ഐ തിങ്ക് റിയലി സ്ട്രക്ക് മീ. ബേസിക്കലി എനിക്ക് തോന്നുന്നത് ഹൗ എ റിലേഷൻഷിപ്പ് ഷുഡ് ബി എന്ന് ഞാൻ കാണുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ എഴുതുന്ന ഇതിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ലുക്ക്, നമ്മൾ ഈ ഭയങ്കര കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് പിന്നെ ചെറിയ ചെറിയ വീടുകളായി മാറി. അപ്പോൾ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എങ്ങനെയൊക്കെ അല്ല എന്ന് പറഞ്ഞാൽ ഇമോഷണലി അങ്ങനെയാണ് നമ്മൾ. ആൻഡ് സഡൻലി ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ, ഞാൻ പണ്ട് എൻ്റെ അമ്മയുടെ ഒരു ബർത്ത്ഡേക്ക് വിഷ് ഇതൊരു നോട്ട് ഇട്ടത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഒരു സ്ത്രീയുടെ സ്വാദ്, ടേസ്റ്റ് ബഡ്സ് മാറുന്ന ഒരു ഇത്. എന്നും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം എൻ്റെ അച്ഛനും എനിക്ക് എന്താ വേണ്ടതെന്നാണ്. അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് ഒരു പ്രായം വരെ ഞാൻ അന്വേഷിച്ചിട്ട് പോലുമില്ല. ദെൻ സഡൻലി എൻ്റെ തലയിൽ ബോധോദയം വന്നപ്പോഴാണ് ഞാൻ അമ്മയോട് പറയുന്നത്, ലുക്ക്, ഇന്നു മുതൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതും കൂടി ഉണ്ടാക്കും വീട്ടിൽ, അത് സംഭവിക്കട്ടെ. ആൻഡ് അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള വിഷയമല്ല, കാരണം അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കണ്ട വർഷം മുഴുവൻ. ആൻഡ് ഇത് എൻ്റെ വീട്ടിൽ മാത്രമല്ല, എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇത് എപ്പോഴെങ്കിലും ഓർക്കപ്പെടേണ്ട കാര്യമായിരുന്നു. ആൻഡ് സ്വന്തം വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത്, വി ഓൾ ഹാവ് അവർ ഓൺ സ്പേസ്. നമുക്ക് എപ്പോഴും നമ്മുടെ ബെഡ്റൂമിൽ വന്ന് നമ്മുടെ പുതപ്പും നമ്മുടെ കട്ടിലും ഒക്കെ ആയിട്ട് ചേർന്ന് കിടക്കാനാണ് നമുക്കിഷ്ടം.
ആൻഡ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് അവിടെ പോയിരുന്നാലായിരിക്കും സ്വസ്ഥത കിട്ടുക. ആൻഡ് വൈ നിങ്ങളത് തടയാൻ ശ്രമിക്കുന്നു? എന്ത് ചോദ്യത്തിന് പേരിൽ? ഒരു ചോദ്യവും അതിന് മുമ്പിൽ പ്രസക്തമാവുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരാൾക്ക് സമാധാനം കിട്ടാൻ അയാൾ പാട്ട് പാടിയാലോ കടൽ നോക്കിയിരുന്നാലോ സ്വന്തം വീട്ടിൽ പോയാലോ എന്താണ് അയാളുടെ ഇഷ്ടം അത് ചെയ്യാൻ സമ്മതിക്കുക എന്ന് പറയുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഒരു വാലിഡ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നാറുണ്ട്. ഐ ഓൾവേസ് വാണ്ട് സം വൺ ടു ലിസൺ ടു മീ ആൻഡ് നോ വൺ പ്രീജഡ്ജ് ചെയ്ത് എന്നെ എനിക്ക് തരേണ്ട ആൻസർ എന്താണെന്ന് ആലോചിക്കുന്ന ഒരാളെ അല്ലായിരിക്കും എനിക്ക് ആവശ്യം. കുറച്ച് വെറുതെ നേരം കേട്ടിരിക്കാൻ ഒരാളെ. ചിന്നുവിനൊരു സ്ത്രീ എന്ന നിലയ്ക്ക് ഇതിനകത്ത് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. ഒന്ന് എനിക്ക് മനസ്സിൽ വന്നത്, ആസ് എ വുമൻ ദി ഏജൻസി ടു ഡിസൈഡ് വെദർ യു വോണ്ട് ടു ഹാവ് എ ചൈൽഡ് ഓർ നോട്ട്, ഒരു കുട്ടി വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഏജൻസി, അത് വളരെ ചുരുക്കം സ്ത്രീകൾക്ക് ഇന്നും നമ്മുടെ സമൂഹത്തിലുള്ളൂ. രണ്ടാമത്തേത് എപ്പോൾ വേണം, എത്ര കുട്ടികൾ വേണം, ഈ കാര്യങ്ങളും ഒക്കെ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഏജൻസി ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്കുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ഐ ഡോണ്ട് തിങ്ക് ആ ഒരു ക്വസ്റ്റ്യനും ഈ മൂവിയിലൂടെ റേസ് ആവുന്നുണ്ട്. ക്വസ്റ്റ്യൻ അത് ചിന്നുവിൻ്റെ കൺഫ്യൂഷനിൽ നിന്നും ചിന്നുവിൻ്റെ ക്യാരക്ടർ ആർക്കിൽ നിന്നും അത് മനസ്സിലാവുന്നുണ്ട്. സട്ടിലി ആണെങ്കിൽ പോലും അത് പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ യു ആസ് എ വുമൻ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് സ്ട്രക്ക് യു? ഇൻ റെസ്പെക്ട് ടു ഈ പറയുന്ന ഏജൻസി to pick and choose the time that one you get married, two to have children. അത് വെരി ട്രൂ. ബിക്കോസ് ബോഡി ഓട്ടോണമി എന്ന് പറയുന്നൊരു കാര്യം പോലും നമുക്ക് പലർക്കും ഉണ്ടോ എന്നുള്ള ചർച്ച പോലും വരുന്നില്ല. പക്ഷേ ഈ വിവാഹം, കുട്ടികൾ എന്ന് പറയുന്ന കാര്യത്തിൽ സ്ത്രീകൾക്കും പുരുഷനും ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച്, അതായത് ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്ന രണ്ടുപേർക്കും ഒരു കൺട്രോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നമ്മുടെ മൂവിയിൽ നോക്കുകയാണെങ്കിൽ ഷിജുവിനോ സജിതയ്ക്കോ രണ്ടുപേർക്കും അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കൺട്രോൾ ഇല്ല. അവർ ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് ചുറ്റും നിന്ന് ഇവരെ കുട്ടികൾ വേണോ വിശേഷമായില്ലേ എന്ന് ചോദിച്ച് അവർക്ക് പുറത്തൊരു ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി ബിക്കോസ് ദ ചൈൽഡ് ബെയറർ ഈസ് എ വുമൻ, ഒരു വൺ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് ഈ പറയുന്നത് പ്രഷർ ഇസ് ദെയർ ഓൺ ദ വുമൻ, വിച്ച് ഇസ് എ റിയാലിറ്റി. പക്ഷെ ഐ ഫീൽ ഇറ്റ് ഈസ് ഈ പറയുന്ന പ്രഷർ ഇസ് ബോത്ത് ഓൺ മെൻ ആൻഡ് വിമൻ. സോ ഐ തിങ്ക് വിശേഷത്തിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പറയുന്ന ഒരുപക്ഷെ അതിനെ ഒരു മിറർ പ്ലേസ് ചെയ്ത് ദിസ് ഈസ് വാട്ട് വി സീ എന്നാണ് വിശേഷം പറയുന്നതെന്നാണ്. പിന്നെ അല്ലെങ്കിൽ സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു മെസ്സേജിങ് ഡയറക്റ്റ് ആയിട്ടില്ലെങ്കിലും ലൈക്ക് യു സെഡ് ഒരു മിറർ പ്ലേസ് ചെയ്തിട്ടാണ്. സിമിലർലി ഡൊമസ്റ്റിക് അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, ഇതിനകത്ത് സ്പെസിഫിക്കലി ഫിസിക്കൽ അബ്യൂസിനെ കുറിച്ചാണ്. ഡൊമസ്റ്റിക് അബ്യൂസിൽ ഇമോഷനും പലതരത്തിലുള്ള അബ്യൂസസ് ഉണ്ടെങ്കിൽ തന്നെയും ഇതിൽ ഫിസിക്കൽ അബ്യൂസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിസിക്കൽ അബ്യൂസിൻ്റെ കാര്യം കൂടി റേസ് ചെയ്യുന്നുണ്ട്. അതിലൊരു ലൈൻ പറയുന്നുണ്ട്, ഭാര്യനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുക, ആ കുട്ടിയുടെ സ്ഥിതി നോക്കൂ എന്ന് പോലീസുകാരൻ പറയുന്ന ഒരു ലൈനാണ്. പക്ഷെ ആ ഒരു ലൈനിൽ പല കാര്യങ്ങളും പുറത്ത് വരുന്നുണ്ട്. സോ ആ ഒരു സംഭവം എനിക്ക് വല്ലാതെ എഫക്റ്റ് ചെയ്തതാണ്. ഈ ഒരു പോയിന്റ് റേസ് ചെയ്യപ്പെടുന്നു വിത്തിൻ മാരേജസ് ഉള്ള ഫിസിക്കൽ അബ്യൂസ്. ഇത് നോക്കുക, ഈ പറഞ്ഞ പോലെ ഒരു മിററാണ്. അതായത് നമ്മൾ ഒരു രണ്ട് അറ്റങ്ങൾ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. വി ആർ ഷോയിങ് ഷിജു ആൻഡ് സൈദ ലൈക്ക് ഒരു വേറൊരു രീതിയിലുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് ഇതിൻ്റെ മുൻകാലത്തുണ്ടായിരുന്ന കാര്യങ്ങളുടെയും അല്ലെങ്കിൽ പിന്നോട്ട് നടക്കുന്ന കാര്യങ്ങളുടെയും അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന മറ്റു ഉദാഹരണങ്ങളും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതല്ല, ഇത് വളരെ അപൂർവമായിട്ടുള്ള രണ്ടു പേരാണ്. അപ്പോൾ അവരെ നമ്മൾ എക്സാമ്പിൾ ആക്കി കാണിക്കുന്നത്, ലുക്ക് യു ക്യാൻ ലിവ് ലൈക്ക് ദിസ്. ആൻഡ് നേരത്തെ പറഞ്ഞൊരു കാര്യത്തിനോട് ഞാൻ ചേർത്ത് നിർത്തി പറയുന്നൊരു കാര്യം, ഇപ്പോൾ ചിന്നുവിനോട് ചോദിച്ച കാര്യങ്ങളിൽ നിന്ന്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈക്ക് ഒരു സ്ത്രീ മാത്രമാണ് ഇതിൻ്റെ എല്ലാം കാര്യം ചുമക്കേണ്ടതെന്ന് പറഞ്ഞ കാര്യം. അത് വളരെ ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ളൊരു തോട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് രണ്ടുപേര് ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ രണ്ടുപേർക്കും തത്തുല്യ പ്രാധാന്യമുണ്ട് ഈ കാര്യത്തിൽ. ആൻഡ് ഇഫ് ദർ ഇസ് എ പ്രോബ്ലം, അത് രണ്ടുപേരും കൂടി ഫേസ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ആൻഡ് ഇതിൻ്റെ സിനിമയുടെ രണ്ട് വശം, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നോക്കുകയാണെങ്കിൽ ബോത്ത് ആർ ഇൻ പ്രഷർ. ലൈക്ക് ആദ്യം ഇയാൾ എന്താണെന്ന് അറിയാത്ത എൻ്റെ നിന്നാണോ, കാരണം ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ്. വെദർ ദേ വോണ്ട് എ ചൈൽഡ് ഓർ നോട്ട് എന്നുള്ളതല്ല, കുഴപ്പമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ആർക്കാണ് പ്രശ്നം എന്ന് കണ്ടെത്താനാണ് പിന്നെ പോകുന്നത്. ആ തോട്ടേ ശരിയല്ല. അതായത്
നമുക്കൊരു പ്രശ്നം ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ വി ബോത്ത് ഹാൻഡിൽ ആസ് മെച്യൂർഡ് പീപ്പിൾ ഹൗ ടു സോൾവ് ദ പ്രോബ്ലം. ആൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരല്ലോ വേണ്ടത്. വേറൊരു എലമെൻറ്റ് ഇതിൽ വന്നിരിക്കുന്നത് മാസ്കുലിനിറ്റിയുടെ കാര്യമാണ്. അതിനകത്തൊരു ഡയലോഗ് നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ പറയുന്നുണ്ട്, യു ആർ എ സൂപ്പർ വണ്ടർ വുമൻ ആൻഡ് യു ആർ എ സൂപ്പർ ഹീറോ എന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സൂപ്പർ ഹീറോ എന്നുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ വളരെ മാസ്കുലിൻ ആയിട്ടുള്ള ഇമേജസ് ആണ്. ബട്ട് ഹിയർ യു ആർ ആക്ച്വലി സെയിങ് ദാറ്റ് മൈ ഹസ്ബൻഡ്സ് എ സൂപ്പർ ഹീറോ ബിക്കോസ് ഹീ ഈസ് അണ്ടർസ്റ്റാൻഡിങ്, ഹീ ഈസ് കെയറിങ്, ഹീ ഈസ് എംപത്തറ്റിക്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പും എക്സിസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള ആണുങ്ങളും എക്സിസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം നമ്മൾ മെയിൻ സ്ട്രീം സിനിമയിൽ വളരെയധികം ആൽഫ മാച്ചോ പേട്രിയാർക്കൽ സ്ട്രക്ചേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആണുങ്ങളെ നമ്മൾ കുറേ കാണാറുണ്ട്. നോട്ട് എവ്രിബഡി, നോട്ട് എവറി മൂവി, പക്ഷേ നമ്മൾ കുറേ കാണാറുണ്ട്. പക്ഷേ അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മെയിൽ റെപ്രസെൻറ്റേഷനാണ് ഈ സിനിമയിലൂടെ ഉള്ളത്, വിച്ച് ഐ തിങ്ക് ഐ റിയലി ഹാവ് ടു അപ്രീഷിയേറ്റ് both of you for creating that kind of a character, because അങ്ങനത്തെ ആണുങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല പലപ്പോഴും സിനിമ. Usually they are called men written by women. Men written by women. ശരിയാണ്, വെരി വാലിഡ്. ബട്ട് ഇവിടെ അങ്ങനെയല്ല. No, I think വിശേഷത്തിൽ all the men in വിശേഷം are very ആ ഒരു സോഫ്റ്റ് ബ്യൂട്ടിഫുൾ എനർജി all of them have. Yes. There's just a sense of calm and peace. And എനിക്ക് ഇവരുടെ ഡൈനാമിക്സിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഡോണ്ട് ഹാവ് എ പ്രോബ്ലം, വി ആർ നോട്ട് ദ പ്രോബ്ലം, ഇറ്റ് ഈസ് അസ് വേഴ്സസ് ദ പ്രോബ്ലം എന്ന് നമ്മൾ കേൾക്കുന്ന കാര്യം ആക്ച്വലി ദേ ആർ ട്രൈങ് ടു ലേൺ ആൻഡ് മിയാൻഡർ ദാറ്റ്. ഹൗ ഡു വി there's a problem in front of us, how do we both face it എന്നുള്ളൊരു കാര്യം. സോ ഐ ഫെൽറ്റ് ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഈ സിനിമയിൽ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് യു സൂരജ്, ആസ് എ റാപ്പിംഗ് അപ്പ് തോട്ട്, നമ്മുടെ ഓഡിയൻസ് ഈ സിനിമ പോയി കാണണമെങ്കിൽ ഇഫ് ദർ ഇസ് വൺ റീസൺ വൈ ദേ ഷുഡ്, ഓൺലി വൺ റീസൺ വൈ ദേ ഷുഡ് വാച്ച് ദിസ് മൂവി, അതെന്തായിരിക്കും ഫ്രം ദ ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ? ഓക്കെ, നമ്മളിതിനകത്ത് പറയുന്ന ബേസിക്കലി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അവർ തമ്മിലുള്ള മാരേജിൽ തുടങ്ങുന്ന ഒരു യാത്രയാണല്ലോ. അതിനൊരു 7-8 വർഷത്തെ ഒരു ടൈം സ്പാൻ നമ്മൾ പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആണും പെണ്ണും തമ്മിൽ കണ്ടുമുട്ടുന്നു, ഇവർ തമ്മിൽ പരിചയം ഉണ്ടാവില്ല, പെട്ടെന്ന് ചിലപ്പോൾ കല്യാണം തീരുമാനിക്കും, ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ആ ഫസ്റ്റ് പെണ്ണാണിൽ തന്നെ ഫിക്സ് ആവുന്നു. ഇവരൊന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇവരായിട്ട് ജീവിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല. അതിനിടയിൽ പെട്ടെന്ന് തന്നെ പ്രഗ്നൻ്റ് ആവും, പിന്നെ കുഞ്ഞുങ്ങളായി, പ്രാരാബ്ദങ്ങളായി. കാരണം ഇവർക്ക് ഇവരുടെ ഒരു സ്പേസിൽ ഒരിക്കലും നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ ആദ്യം മുതൽ തന്നെ ഈ ചോദ്യം, സമൂഹത്തിൻ്റെ കൂരമ്പുകൾ എന്ന് പറയുന്ന സാധനം, കല്യാണം കഴിക്കുന്നത് തന്നെ പിറ്റേ ദിവസം തൊട്ട് കുട്ടിയെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ ഭയങ്കരമായിട്ട് സൊസൈറ്റി ഇവരെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യം ഫേസ് ചെയ്ത ആൾക്കാരാണ് നമ്മുടെ കൂടെ, നമുക്ക് മജോറിറ്റി ആൾക്കാർ, നമ്മളിപ്പോൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം തൊട്ട് കുറേ ആൾക്കാരോട് ഇങ്ങനെ ഒപ്പീനിയൻ എടുക്കുകയും ചുമ്മാ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഞങ്ങളുടെ ലൈഫാണ്, ഞങ്ങൾ പോയ വഴിയാണ് എന്നുള്ള ഒരു റിപ്ലൈ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, റിലേറ്റബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതുതന്നെയാണ് നമുക്ക് ഈ സിനിമയോട് ആൾക്കാരെ ചേർത്ത് നിർത്തുന്നതെന്ന് ഞാൻ പറയും. നമുക്കറിയാവുന്ന ആളുകളുടെയോ നമ്മുടെയോ കഥയാണ് നമ്മൾ പറയുന്നത്. അത് നമുക്ക് അതിൻ്റെ റിയാലിറ്റിയിൽ വന്ന് കാണാം, ഈ സിനിമ വന്ന് കണ്ടാൽ സന്തോഷമായിട്ട് കാണാം. എനിക്ക് തോന്നുന്ന കാര്യം ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു നല്ല ചിരിയോടുകൂടി നിങ്ങൾക്ക് ഒരു സിനിമ കണ്ട് തീർത്ത് മനസ്സ് നിറഞ്ഞ് തിയേറ്ററിൽ നിന്ന് പോകാനുള്ളൊരു അവസരം ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് വെൻ യു ഗെറ്റ് സ്റ്റക്ക് ഇൻ യുവർ ലൈഫ്. അത് താൽക്കാലികമാണ്, അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റും. നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്, ലൈഫ് ചെറുതല്ല, ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് സൂപ്പറാക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആണല്ലോ ആനന്ദ്, മോട്ടിവേഷ് കുമാറിനൊക്കെ മോട്ടിവേഷ് കുമാർ ഓഫ് അവർ ടീം. വേറൊരു മോട്ടിവേഷ് കുമാരി ഉണ്ട്, ഇടയ്ക്ക് പറയാം, ഇയാള് മോട്ടിവേഷ് കുമാർ വന്നല്ലോ എന്ന് പറയും. So I think you, your family, your friends, your neighbors, all of you like to spend 2 hours of your day being happy and watching something that makes you feel nice inside. എന്നുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിശേഷം കണ്ടിരിക്കണം. So all the best and thank you so much for being a part of our journey. Thank you. And തീർച്ചയായിട്ടും പോയി വിശേഷം കാണാം. It's a very different movie. Please enjoy it. Thank you.